ഇനി നമുക്ക് നോക്കാനുള്ള വർക്ക്ഷോപ്പ്. തൊഴിൽ കേന്ദ്രങ്ങൾ, അതായത് മധ്യകാല ഇന്ത്യയിലെ തൊഴിൽ കേന്ദ്രങ്ങളെ കുറിച്ചാണ് അടുത്ത പറയാൻ പോകുന്നത്. Given above is description by Bernier, the French traveler, about the workshop and occupational groups. അതായത് ഫ്രഞ്ച് സഞ്ചാരിയായ ബെർണിയർ, ഫ്രഞ്ച് വിദേശ സഞ്ചാരിയായ ബെർണിയർ നമ്മുടെ മധ്യകാല ഇന്ത്യയിലെ തൊഴിൽ കേന്ദ്രങ്ങളെ കുറിച്ച് പറയുന്നതാണ്. നോക്കാം. ബിഗ് റൂംസ് വെയർ കാർഖാനാസ് ഫങ്ഷൻസ് ആർ ഫൗണ്ട് ഇൻ മെനി പ്ലേസസ്. അതായത് കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. Embroiderers working under a supervisor are found in one room, goldsmith in another, dryers and cobbler work in different rooms. അതായത് ഒരു മുറിയിൽ മേൽനോട്ടക്കാരന് കീഴിൽ ചിത്രത്തുന്നുകൾ നടത്തുന്നവരെ കാണാം, മറ്റൊന്നിൽ സ്വർണ്ണപ്പണിക്കാരെ കാണാം, വേറൊരു റൂമിൽ ചായം പൂശുന്നവരെയും ചെരുപ്പുണ്ടാക്കുന്നവരെയും ഒക്കെ കാണാൻ പറ്റുന്നു. അപ്പോൾ അക്കാലത്തെ തൊഴിൽ കേന്ദ്രങ്ങളിലെ അതായത് കാർഖാനകളിൽ പ്രവർത്തിക്കുന്ന പല മുറികളിൽ നമുക്കവിടെ കാണാൻ പറ്റും. ഓരോ മുറിയിലും ഓരോ ജോലിക്കാരായിരുന്നു. ഒരു മുറിയിൽ മേൽനോട്ടക്കാരുടെ കീഴിൽ ചിത്രത്തുന്നലുകൾ നടത്തുന്ന ആൾക്കാരെ കാണാൻ പറ്റും, മറ്റൊരു സ്ഥലത്ത് ഗോൾഡ് സ്മിത്ത് അതായത് സ്വർണ്ണപ്പണികൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കും, വേറൊരു സ്ഥലത്ത് ചായം പൂശുകയും ചെരുപ്പുണ്ടാക്കുകയും ചെയ്യുന്നവരാണ്. കോബ്ലർ മീൻസ് ചെരുപ്പ് കുത്തികളാണ്. അപ്പോൾ അക്കാലത്ത് പലതരം ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. കാർഖാനാസ് വെയർ the centers that produced and supplied goods for the palace of the Mughal kings and nobles. അതായത് ഈ കാർഖാനകൾ എന്ന് പറയുന്നത് മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് കാർഖാന എന്ന് വെച്ചാൽ നമ്മുടെ രാജാക്കന്മാരുടെ അതായത് മുഗൾ രാജാക്കന്മാരുടെയും അവിടുത്തെ ആവശ്യത്തിനുള്ള വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന വർക്ക്ഷോപ്പുകളായിരുന്നു ഈ കാർഖാന. അപ്പോൾ കാർഖാനകൾ ഉണ്ടായിരുന്ന തൊഴിൽ കൂട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിത്രപ്പണി ചെയ്യുന്നവരുണ്ട്, സ്വർണ്ണപ്പണി ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും, ചായം പൂശുന്നവർ, ചെരുപ്പുണ്ടാക്കുന്നവർ ഒക്കെ ഈ കാർഖാനകളിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, നിങ്ങൾ നോട്ട് ചെയ്തേക്കണം. വിച്ച് ഒക്യുപേഷണൽ ഗ്രൂപ്പ്സ് കുഡ് ബി ഫൗണ്ട് ഇൻ കാർഖാനാസ്. അതായത് the rooms where karkhanas function as found in many places. Embroiderers, first embroiderers, second supervisors found in the room, പിന്നെ goldsmith, dryers, cobblers ഇവരൊക്കെയാണ് നമുക്ക് കാർഖാനകളിൽ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് സോഷ്യൽ ലൈഫ്, മധ്യകാല ഇന്ത്യയിലെ സോഷ്യൽ ലൈഫ് ജനജീവിതം എങ്ങനെയാണെന്ന് നോക്കാം. അത് പറയുന്നത് ടർണിയർ എന്നൊരു വിദേശ സഞ്ചാരിയുടെ യാത്രാവിവരണ ഭാഗത്ത് നമുക്ക് കേൾക്കാൻ പറ്റും. Listen to the description about the social life in India by Tavernier, the French traveler. Tavernier എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് ട്രാവലർ ആയിരുന്നു, അതായത് ഫ്രഞ്ച് വിദേശ സഞ്ചാരിയായിരുന്നു. അദ്ദേഹം നമ്മുടെ മധ്യകാല ഇന്ത്യയിലെ സോഷ്യൽ ലൈഫ് അതായത് ജനജീവിതത്തെക്കുറിച്ച് പറയുന്നത് നോക്കാം. The lifestyle, dressing and food habits are extensively varied across India. അതായത് ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിയും അതുപോലെ വസ്ത്രധാരണവും ഫുഡ് മീൻസ് ഭക്ഷണ രീതിയും എല്ലാം കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ട്. പല സ്ഥലങ്ങളിലും പലതരത്തിലുള്ള ജീവിത രീതിയും ഡ്രസ്സിങ് വസ്ത്രധാരണവും ഫുഡ് ഹാബിറ്റുമാണ്. Extravagantly, colorfully dressed people and those sparsely clad were also found in here. അതായത് ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിപ്പുള്ള വസ്ത്രം ധരിക്കുക, അതായത് ഒരുപാട് പൊലിപ്പുള്ള വസ്ത്രം ധരിക്കുന്നവരെയും അതുപോലെ തന്നെ നാനമാത്രമായത് കുറച്ച് വസ്ത്രം ധരിക്കുന്ന ആൾക്കാരെയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതായത് ഒരുപാട് മോഡേണായി നടക്കുന്നവരെയും ഒരുപാട് കളർഫുള്ളായി ഡ്രസ്സ് ധരിക്കുന്ന ആൾക്കാരെയും നമുക്ക് കാണാൻ പറ്റും. Social and economic inequalities existed among the people back then. Let us see what they were. അതായത് സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങളും അക്കാലത്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതായത് അവിടെ സമൂഹത്തിലെ ഉന്നത വ്യക്തികൾക്ക് പല സ്ഥാനവും അതുപോലെ തന്നെ താഴെ തട്ടിലുള്ള കുറച്ച് ജനജീവിതത്തെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. അതായത് അക്കാലത്തും അസമത്വം എല്ലാ രീതിയിലും സമത്വം ഇല്ലായിരുന്നു, അസമത്വങ്ങൾ നിലനിന്നിരുന്നു. The social and economic inequalities existed among the people back then. അതായത്
സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങളും മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്നു. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സോഷ്യൽ സ്റ്റാറ്റസ് വാസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ഓക്കുപ്പേഷൻ ആൻഡ് വെൽത്ത്. അതായത് ജാതി, ഉദ്യോഗം, അതുപോലെ സമ്പത്ത്. കാസ്റ്റ്, ഓക്കുപ്പേഷൻ ആൻഡ് വെൽത്ത്. ജാതി, ഉദ്യോഗം, സമ്പത്ത് തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് അന്ന് സമൂഹത്തിലെ പദവികൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത്. കിങ്സ്, ലോർഡ്സ്, പ്രീസ്റ്റ്, ഓഫീസേഴ്സ് എക്സെട്ര എൻജോയ്ഡ് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ്. അതായത് രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഉദ്യോഗസ്ഥരുമെല്ലാം സമൂഹത്തിൽ ഉന്നത പദവി വഹിച്ചിരുന്ന ആൾക്കാരായിരുന്നു. ദോസ് ഹു എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ബിലോങ്ഡ് ടു ലോവർ സോഷ്യൽ സ്റ്റാറ്റസ്. അതായത് കൈത്തൊഴിലുകളും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവരായിരുന്നു. അപ്പോൾ ഉന്നതരായ വ്യക്തികളെല്ലാം ഉന്നത സ്ഥാനം വഹിച്ചവരായിരുന്നു. അതായത് കിങ്സ്, ലോർഡ്സ്, പ്രീസ്റ്റ്, ഓഫീസേഴ്സ് എക്സെട്ര വെയർ എൻജോയ്ഡ് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ്. രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ഉയർന്ന സാമൂഹിക പദവി ഉണ്ടായിരുന്നു. എന്നാൽ കൈത്തൊഴിലുകളും കൃഷിയും ഏർപ്പെട്ടിരുന്നവരൊക്കെ സമൂഹത്തിലെ താഴെ തട്ടിലായിരുന്നു. ഈച്ച് കാസ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കസ്റ്റം ആൻഡ് റിച്വൽസ്. അതായത് ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. എവിൽ കസ്റ്റംസ് ലൈക്ക് ദ സതി ആൻഡ് ചൈൽഡ് മാരേജ് പ്രിവൈൽഡ്. അതായത് സതി, ശൈശവിവാഹം പോലെയുള്ള അനാചാരങ്ങളും നിലനിന്നിരുന്നു. സതി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഭർത്താവ് മരിച്ചാൽ സ്ത്രീകൾ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കണം. അതായിരുന്നു സതി സമ്പ്രദായം. അതുപോലെ ചൈൽഡ് മാരേജ് എന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ തന്നെ ശൈശവിവാഹം, അതായത് പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞു കൊടുക്കും. അതാണ് ചൈൽഡ് മാരേജ്. കുട്ടികളായിരിക്കുമ്പോൾ തന്നെ വിവാഹം ചെയ്യും. അതൊക്കെ അത്തരത്തിലുള്ള അനാചാരങ്ങളൊക്കെ മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്നു. എവിൽ കസ്റ്റംസ് ലൈക്ക് സതി ആൻഡ് ചൈൽഡ് മാരേജ് പ്രിവൈൽഡ്. അതായത് സതി, ശൈശവിവാഹം പോലെയുള്ള അനാചാരങ്ങളും നിലനിന്നിരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആയ പോർഷനാണ്, ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനിക്വാലിറ്റീസ് എക്സിസ്റ്റഡ് എമംഗ് ദ പീപ്പിൾ ബാക്ക് ദെൻ. അതായത് സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ അക്കാലത്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കാം. ഫസ്റ്റ് പോയിന്റ്, സോഷ്യൽ സ്റ്റാറ്റസ് വാസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ഓക്കുപ്പേഷൻ ആൻഡ് വെൽത്ത്. അതായത് ജാതി, ഉദ്യോഗം, സമ്പത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിൽ പദവികൾ നിർണ്ണയിച്ചിട്ടുള്ളത്. കിങ്സ്, ലോർഡ്സ്, പ്രീസ്റ്റ്, ഓഫീസേഴ്സ് എക്സെട്ര എൻജോയ്ഡ് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ്. അതായത് രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരൊക്കെ സമൂഹത്തിൽ ഉന്നത പദവി വഹിച്ചിരുന്നു. Those who engaged in agriculture and handicraft belonged to lower social status. അതായത് സമൂഹത്തിലെ കൈത്തൊഴിലുകളും കൃഷികളിലും ഏർപ്പെട്ടിരുന്നവർ താഴെ തട്ടിലുള്ളവരായിരുന്നു. ഈച്ച് കാസ്റ്റ് ഹാസ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. അതായത് ഓരോ ജാതിയിൽപ്പെട്ടവർക്ക് അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. എവിൽ കസ്റ്റംസ് ലൈക്ക് സതി ആൻഡ് ചൈൽഡ് മാരേജ് പ്രിവൈൽഡ്. സതി, ശൈശവിവാഹം തുടങ്ങിയ അനാചാരങ്ങളും നിലനിന്നിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് മധ്യകാല ഇന്ത്യയിലെ അറിവ്, വിജ്ഞാനത്തെക്കുറിച്ചാണ്. ഇന്ത്യ ദ അഡോബ് ഓഫ് നോളജ്. അതായത് വിജ്ഞാന കേന്ദ്രമായ ഇന്ത്യ. അതായത് മധ്യകാല ഇന്ത്യയിലെ അറിവിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. അതിൽ അമീർ ഖുസ്രു, അതായത് ഒരു പോയറ്റാണ്, ഒരു കവിയാണ്. സുൽത്താനറ്റ് പീരീഡിൽ ജീവിച്ചിരുന്ന സൽത്താനത്ത് കാലത്ത് ജീവിച്ചിരുന്ന ഒരു കവിയായിരുന്നു അമീർ ഖുസ്രു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ് നോക്കാം. വി ദ ഇന്ത്യൻസ് ക്യാൻ സ്പീക്ക് എനി ലാംഗ്വേജ് ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ അതേഴ്സ് ടു മാസ്റ്റർ അവർ ലാംഗ്വേജ്. അതായത് നമ്മൾ ഇന്ത്യക്കാർക്ക് ഏതു ഭാഷയും സംസാരിക്കാനാവും, എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. ഇന്ത്യൻസ് ഡു നോട്ട് ഗോ എബ്രോഡ് ടു സെർച്ച് ഓഫ് നോളജ്. അതായത് വിജ്ഞാനത്തിന് അന്വേഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരുപാട് പേർ അറിവിനായി എത്തുന്നുണ്ട്. ഇറ്റ് ഈസ് ദ പീപ്പിൾ ഫ്രം അതർ കൺട്രീസ് ഹു കെയിം ടു ഇന്ത്യ. ജസ്റ്റ് ദ പഞ്ചതന്ത്ര സ്റ്റോറീസ് ആൻഡ് മാത്തമാറ്റിക്സ് ആർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ ടു ദ വേൾഡ്. അതായത് ചതുരംഗം, ചെസ്സ് കളിയും പഞ്ചതന്ത്ര കഥകൾ, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, ഗണിതത്തിനുമെല്ലാം ഒരുപാട് സംഭാവനകൾ ലോകത്തിന് ഇന്ത്യക്കാർ നൽകിയിട്ടുണ്ട് എന്നാണ് അമീർ ഖുസ്രു പറഞ്ഞിട്ടുള്ളത്.
These are the words of Amir Khusro, the poet who lived during the Sultanate period. സൽത്താനത്ത് ജീവിച്ചിരുന്ന ഒരു കവിയാണ് അമീർ ഖുസ്രു. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ നോക്കിയത്. What can you comprehend from the description about the advancement in learning in India? We have discussed Nalanda University in previous classes. Several educational centers existed in medieval India as well. അതായത് മധ്യകാലഘട്ടത്തിൽ നിരവധി വിദ്യാകേന്ദ്രങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ഞാൻ പറയുന്ന പോയിന്റ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം. Students from different parts of the world flocked to these centers in search of knowledge. അതായത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ ഇന്ത്യയിലെ വിദ്യാകേന്ദ്രങ്ങളിലേക്ക് അറിവ് തേടി എത്തിയിരുന്നു. The educational centers in Banaras, Agra, Lahore, Kanchi, Madura and Delhi were remarkable among them. അതിൽ പ്രധാനപ്പെട്ടതാണ് ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര, ഡൽഹി. ഇവിടങ്ങളിലെല്ലാം ഈ പ്രദേശങ്ങളിലെല്ലാം വിദ്യാകേന്ദ്രങ്ങൾ ഇവയിൽ ശ്രദ്ധേയമായിരുന്നു. ഇവിടെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് വിദ്യാർത്ഥികൾ അറിവ് തേടി നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നു. അസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് അഡ്വാൻസ്ഡ് ഡ്യൂറിംഗ് ദിസ് പീരീഡ്. അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും ഒരുപാട് വിജ്ഞാനശാസ്ത്രം പുരോഗതി നേടിയിരുന്നു. ലീലാവതി ബൈ ഭാസ്കരാചാര്യ വാസ് ദ ഫേമസ് വർക്ക് ഇൻ മാത്തമാറ്റിക്സ്. അതായത് ലീലാവതി ശ്രദ്ധേയമായ ഒരു ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. Observatories were established in Jaipur, Delhi, Ujjaini and Benares. Several texts were translated to Persian. അതായത് ഭാസ്കരാചാര്യമായ ഒരു ഗണിതശാസ്ത്ര ഗ്രന്ഥമായിരുന്നു. നിരവധി കൃതികൾ തന്നെ ഈ പേർഷ്യൻ ഭാഷകളിലേക്ക് തർജ്ജിമ ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. Observatories were established in Jaipur, Delhi, Ujjaini and Benares. Several texts were translated to Persian. അതായത് നിരവധി കൃതികൾ പേർഷ്യൻ ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ജയ്പൂർ, ഡൽഹി, ഉജ്ജയിനി, ബനാറസ് എന്നിവിടങ്ങളിലൊക്കെ മാനനിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. Astronomy and mathematics advanced during the period. അതുപോലെ തന്നെ ജ്യോതിശാസ്ത്ര രംഗത്തും ഗണിതശാസ്ത്ര രംഗത്തും വളരെ പുരോഗതി മധ്യകാല ഇന്ത്യയിൽ നേടിയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അറിവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ മധ്യകാല ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് മധ്യകാല ഇന്ത്യയിലെ കൃഷിയെക്കുറിച്ച് പഠിച്ചു, വാണിജ്യത്തെക്കുറിച്ച് പഠിച്ചു, കൃഷി കേന്ദ്രങ്ങളെക്കുറിച്ച് പഠിച്ചു, പിന്നെ അന്നത്തെ ജനജീവിതത്തെക്കുറിച്ച് പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ മധ്യകാല ഇന്ത്യയിലെ അറിവ് എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ചും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ അറിവിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് നളന്ദ യൂണിവേഴ്സിറ്റിയൊക്കെ നമ്മുടെ മധ്യകാല ഇന്ത്യയിൽ ഒരുപാട് ലോകപ്രശസ്തി നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നളന്ദ യൂണിവേഴ്സിറ്റിയിലേക്കും ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി എന്നീ സ്ഥലങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു. അവിടേക്ക് വിദേശത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ എത്തുകയും അറിവ് സമ്പാദിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഗണിതശാസ്ത്ര രംഗത്തും ഒരുപാട് പുരോഗതി മധ്യകാല ഇന്ത്യയിൽ കൈവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നത്.